ഗുഡ് ഈവനിങ് ഗായ്സ്. ഇന്ന് ഏപ്രിൽ 5 നമുക്കിവിടെ ഈസ്റ്റർ ലീവാണ്. മൺഡേ സൺഡേ ഒക്കെ ലീവാണ്. അപ്പം നമ്മൾ ബെൽജിയത്തിലായിരുന്നു. ആക്ച്വലി നമ്മളിപ്പം ബെൽജിയത്തിൽ നിന്ന് ശനിയാഴ്ച ഓടി നമ്മൾ ജർമ്മനിയിൽ നമ്മളൊരു പാർക്കിങ്ങിൽ വന്നിട്ടോ. ഈ പാർക്കിങ്ങിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സമർബർഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. സമർബർഗ്, അതായത് ജർമ്മനിയിലെ സമർബർഗ്, അതായത് മ്യൂണിച്ചിൻ്റെയും സാൽസ്ബർഗിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണിത്. അപ്പം നമുക്ക് തിങ്കളാഴ്ച നമുക്ക് ഈ ട്രാഫിക് ബാനാണ്. നമുക്ക് വെള്ളിയാഴ്ച മുതൽ നമുക്ക് പല റോഡുകളും യൂറോപ്പിൽ പല സ്റ്റേറ്റ്സിലെയും റോഡുകൾ ബാനാണ്. അപ്പം നമുക്ക് വെള്ളിയാഴ്ച ഓടാൻ പറ്റില്ല. നമ്മൾ ശനിയാഴ്ച ഒരു 6 മണിക്കൂർ ഓടി നമ്മൾ ബെൽജിയത്തിലായിരുന്നു. ബെൽജിയത്തിന് ലക്സംബർഗിൻ്റെ ബോർഡറിലായിരുന്നു. ഒരു 1 കിലോമീറ്റർ ഡിഫറൻസിൽ, ബെൽജിയം ടു ലക്സംബർഗിൽ 1 കിലോമീറ്റർ ഡിഫറൻസിലാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ ബെൽജിയത്തിൽ നിന്ന് എടുത്തു 1 കിലോമീറ്റർ ലക്സംബർഗിൽ നിന്ന് ഒരു 6 മണിക്കൂർ ഓടി നമ്മൾ ജർമ്മനിയിൽ വന്ന് നമ്മൾ പാർക്ക് ചെയ്തേക്കാണ്. നമ്മളെ തമ്മിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫിലിപ്പിൻ്റെ ഒരു വണ്ടി കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഫിലിപ്പിൻ്റെ വണ്ടിയോട് ചേർത്ത് നമ്മൾ പാർക്ക് ചെയ്തു. നമ്മൾ പാർക്ക് ചെയ്ത് കണ്ടിട്ട് അതേപോലെ തന്നെ ഒരു വണ്ടി അതേപോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം ഞായറാഴ്ചയാണ്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് എടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. മറ്റേത് എന്താണ്, നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അപ്പുറത്തെ 2 വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. പക്ഷെ അവൻ നേരത്തെ എടുത്ത് പോവുമായിരിക്കും. ആ രീതിയിലാണ് അവൻ പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. സമർബർഗ് പാർക്കിംഗ് ആണ്. എന്താണ് സമർബർഗ്? എനിക്ക് ബോർഡ് കാണാൻ പറ്റുമോ അറിയില്ല. സമർബർഗ് എന്ന് പറയുന്നത് ജർമ്മനിയിലുള്ള ഒരു പാർക്കിംഗ് ആണ് കേട്ടോ. ആ പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്തു. നമുക്കിവിടെ 3 കിലോമീറ്റർ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി നമുക്ക് 2 ദിവസത്തേക്കുള്ള ഫുഡ് മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു. ഇപ്പോൾ അതാ ഒരു ഈവനിങ് ഒരു 5 മണിയായിട്ടോ. സൺഡേ 5 മണിയാണ്. നമ്മളെ ട്രക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ ട്രക്ക് പാർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ സൈഡ് അഡ്ജസ്റ്റ് ചെയ്തതാണ്. നമ്മളെ കമ്പനി തന്നെ സെയിം ട്രക്കിൻ്റെ അവിടെ ചേർന്നുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തേക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പാർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. അതൊരു അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ്. 10-40 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പാർക്കിംഗ് ആണ് കേട്ടോ. ഈ വണ്ടിയൊക്കെ ഫ്രീസർ വണ്ടിയാണ്. ഈ ഫ്രീസർ വണ്ടിക്ക് നമുക്ക് സൺഡേ ഓടാൻ പറ്റും. നമുക്ക് സൺഡേ ഓടുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പം ഇവർ ജസ്റ്റ് ഒരു 45 റെസ്റ്റ് ഇട്ടതായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നാളെ എടുത്ത് പോകുമായിരിക്കും. ബാക്കിയുള്ളവർക്കൊന്നും നാളെ ഓടാൻ പാടില്ല. ബാക്കി നോർമൽ ട്രക്കിനൊക്കെ നമുക്ക് മൺഡേ ബാനാണ്. ഞാൻ ഈ ഒരു പാർക്കിങ്ങും, ഇതൊരു ഫ്രീസർ വണ്ടിയാണ്. ഇതാണ് നമ്മളെ പാർക്കിംഗ് കേട്ടോ. ഒരുവിധം എല്ലാ കമ്പനീസിൻ്റെ വണ്ടികളും കാര്യങ്ങളും ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർക്കിംഗ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഓസ്ട്രിയ, ഇറ്റലി, നമ്മൾ ഇറ്റലിക്കാണ് പോകുന്നത്. ഈ കാണാറില്ല, ഇവിടെ റോഡാണ്. ഈ റോഡിൻ്റെ ഇതാണ് നമ്മുടെ ഹൈവേ. 8 നമ്പർ ഓട്ടോബാൻ റോഡാണ് കേട്ടോ. 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോബാൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാറിന് നമുക്ക് അൺലിമിറ്റഡ് സ്പീഡാണ്. നമുക്ക് ട്രക്കിനെ സംബന്ധിച്ച് നമുക്ക് മാക്സിമം 90 കിലോമീറ്റർ പോകാൻ പറ്റിയ റോഡാണ്. കാറിന് ഈ റോഡിൽ നമുക്ക് അൺലിമിറ്റഡ് സ്പീഡാണ്. നമുക്ക് ഏത് സ്പീഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർ ഓടിക്കാൻ പറ്റുന്ന ഓട്ടോബാൻ റോഡാണ്. റോഡ് നമ്പർ 8 കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പാർക്കിംഗ് കാണിക്കാൻ വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. സെയിം കമ്പനി വണ്ടിയാണെങ്കിൽ അവരൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡും പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളും എല്ലാം സെറ്റായി. ഇപ്പോൾ അതെവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. ഒരു അങ്കിൾ അതവിടെ പുറത്തിച്ച് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ആ അങ്കിൾ കണ്ടോ, വണ്ടീൻ്റെ ബെൻസിൻ്റെ വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. ആക്ട്രോസ് എൽ എന്ന് പറയുന്ന വണ്ടിയാണ്. അങ്കിൾ അവിടെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാണ്. കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കോളിലാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീക്കെൻഡ്സൊക്കെ നമ്മൾ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കുക്കിങ് കാര്യങ്ങളൊക്കെ പറ്റും. നമ്മളെ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രക്കിന് പോകുന്ന സ്പേസ് വീട്ടിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അവിടെ നിങ്ങളൊരു വണ്ടി കാണുന്നുണ്ട്, ഒരു TCT എന്ന് പറയുന്ന ഒരു ട്രക്ക് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അത് 3 വണ്ടിയുടെ മുന്നിലാണ് നിർത്തിയിരിക്കുന്നത്. അവൻ നാളെ ഓടുന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് അവനവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ വണ്ടിയും പാർക്ക് ചെയ്തത് സ്പേസിൽ അല്ലെങ്കിൽ പോലും നമുക്ക് എന്തുണ്ട്, ഒരു ട്രക്കിന് പാസ് ചെയ്ത് പോകാനുള്ള സ്ഥലം, ഒരു ട്രക്കല്ല 2 ട്രക്കിന് പാസ് ചെയ്ത് പോകാനുള്ള സ്ഥലം അവൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ റെസ്റ്റ് ഇട്ടാലും ബാക്കിയുള്ള ഈ ട്രക്കാരനും ആരെങ്കിലും മാറ്റി കൊടുക്കാൻ പറഞ്ഞാൽ മാറ്റി കൊടുത്താൽ മതി. വേറെ കേസൊന്നുമില്ല. ടോട്ടൽ എനർജീസിൻ്റെ പമ്പാണ്. നമുക്ക് ഈ ടോട്ടൽ എനർജീസിൻ്റെ പമ്പിൻ്റെ വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ വൈഫൈ ഉണ്ട്. നമുക്കിപ്പോൾ യൂറോപ്പിലെ സംബന്ധിച്ച് നമുക്കിവിടെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ഉള്ള കാര്യം കേട്ടോ. നമുക്ക് മന്ത്ലി ഏകദേശം 5000 രൂപ, നാട്ടിലെ ഇന്ത്യൻ രൂപ നോക്കുകയാണെങ്കിൽ ഏകദേശം 5000 രൂപ വെച്ച് നമ്മൾ 2 സിമ്മിന് റീചാർജ് ചെയ്യുന്നുണ്ട്. ഈ ടോട്ടൽ എനർജീസിൻ്റെ പമ്പാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് ഫ്രീ വൈഫൈ ഉണ്ട്. നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വൈഫൈ കിട്ടും കേട്ടോ. എല്ലാ കമ്പനി ട്രക്കുകളും കേട്ടോ. അതേവിടെ ബെൻസിൻ്റെ 2 വണ്ടി. ആ ബോർഡ് കണ്ടോ, ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ പേപ്പർ വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. ഈ വണ്ടീൻ്റെ അകത്ത് പേപ്പർ വേസ്റ്റ് ആണുള്ളത്. അതുകൊണ്ടാണ് ഈ ബോർഡ് വെച്ചേക്കുന്നത്. ഇങ്ങനെ പല സയൻസും ഉണ്ട്. നമുക്ക്
കോഡ് 95 എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അതിൽ നമ്മളെ പഠിപ്പിക്കും. ഈ എ ബോർഡ് എന്ന് പറയുന്നത് പേപ്പർ വേസ്റ്റാണ്. ഈ വണ്ടീൻ്റെ അകത്ത് പേപ്പർ വേസ്റ്റാണുള്ളത്. അതുകൊണ്ടാണ് അവർ എ ബോർഡ് വെച്ചേക്കുന്നത്. ഇവിടെ ഇത് ബെൻസിൻ്റെ പുതിയ മോഡൽ ആക്ട്രോസ് ആണിത്. ഇവിടെ കിടക്കുന്നത് ഒരു പഴയ മോഡൽ ആക്ട്രോസ്. അതേപോലെ ഡാഫിൻ്റെ ട്രക്ക് ഉണ്ട്. അതേപോലെ ഇത് കാർ ഹോൾഡറാണ്. അതായത് കാർ കൊണ്ടുവന്ന വണ്ടിയാണ്. നമുക്കിതിൽ കാണാൻ പറ്റും കുറേ കാറുകളുണ്ട്. കാർ ഹോൾഡേഴ്സാണ്. BMW XM ആണ് അതിനകത്ത് ലോഡ് ചെയ്തേക്കുന്നത്. പിന്നെ അതേ സ്കാനിയ, ഇത് DFDS ആക്ട്രോസിൻ്റെ ട്രക്കാണ്. ഹായ്. അതേപോലെ വോൾവോയുടെ ട്രക്ക് ഉണ്ട്. ഡാഫ് അഗെയിൻ നമുക്കിന്നുണ്ട് ഒരു ബെൻസിൻ്റെ പുതിയ മോഡൽ ആക്ട്രോസ് ആട്ടോ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആക്ട്രോസ് ഈ മോഡലാണ് വരുന്നത്. കമ്പനി തുർക്കി രജിസ്ട്രേഷനാണ്. TR തുർക്കി രജിസ്ട്രേഷനാണ്. തുർക്കി രജിസ്ട്രേഷൻ വരുന്ന ഒരു ആക്ട്രോസാണ്. മാർസ് നമ്മളെ കമ്പനി ടൈപ്പുള്ള ട്രക്കാണ്. മാർസിൻ്റെ ട്രെയിലേഴ്സാണ് നമ്മളെ കമ്പനി കമ്പനി ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇറ്റലി പോർട്ടിൽ നിന്ന് മാർസിൻ്റെ ട്രെയിലറാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് എടുത്ത് മെയിൻലി നമുക്ക് എന്താണ് റെനോൾട്ടിൻ്റെ കാർ പ്രൊഡക്ഷനിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ മാർസിൻ്റെ ട്രെയിലർ ത്രൂ എടുക്കുന്നത് കേട്ടോ. ആ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇറ്റലിയിൽ നിന്ന് എടുത്തു. നമ്മൾ സ്ലൊവേനിയയിൽ നമുക്ക് അവർക്കൊരു റെനോൾട്ടിനൊരു കാർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. അവിടേക്ക് നമ്മൾ സ്പെയർ പാർട്സ് നമ്മൾ ഇറ്റലി ട്രിസ്റ്റേ എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ സ്ലൊവേനിയയിൽ നോവോമെസ്റ്റോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരു റെനോൾട്ടിൻ്റെ കാർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഹായ്. ആ സ്ഥലത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്കിങ്. ഇതേപോലെയാണ് നമ്മളെ സൈഡ് വാളുകളൊക്കെ ഉണ്ടാകും കേട്ടോ. മൂപ്പര് സൈഡ് വാള് അൺലോഡ് ആയതുകൊണ്ട് സൈഡ് വാള കൂരിയിട്ട് മൂപ്പര് ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ വീക്കെൻഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ വീക്കെൻഡിൽ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് മൺഡേ ആകുമ്പോഴത്തേക്ക് എല്ലാവരും സെറ്റായിട്ടാണ് പോകുന്നത്. ഈ മൺഡേ നമുക്ക് ഓടാൻ പറ്റില്ല, നമുക്ക് എന്താണ് ബാനാണ്. ഹായ്. India. Yeah, I am from India. English. Okay. നമുക്കൊരു കൊളീഗിനെ കിട്ടി സംസാരിച്ചു നോക്കാം. ഓക്കെ, അടുത്ത വീഡിയോ ഞാൻ പിന്നെ എടുക്കാം.